ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ പെരുന്നാളൊക്കെ വരുമല്ലേ, അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി കാണിക്കാം. അപ്പോൾ മട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയുള്ള തൈരല്ല, നമ്മുടെ യോഗട്ട് എന്ന് പറയില്ല, അങ്ങനത്തെ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു സ്വല്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് കേട്ടോ. ഇനി അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഒരു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഞാനൊരു ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഞാൻ മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതേ ഒരു രീതിയിലാണ് കേട്ടോ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഇനി കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇനി ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് സവാളയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അതിൻ്റെ പാകത്തിന് അരിഞ്ഞെടുക്കണം. പിന്നെ മല്ലിയിലും പുതിനയിലാണ് മെയിനായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് സവാള ഒന്ന് തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്ത് കുറച്ച് സവാള നമ്മൾ ഗോൾഡൻ കളറായിട്ട് വറുത്ത് കോരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യിലാണ് വറുത്ത് കോരുന്നത്. ആദ്യം സ്വല്പം നെയ്യ് ഒഴിച്ച് കുറച്ച് സവാള മാറ്റി വെച്ചത് എടുത്തിട്ട് തിന്നായിട്ട് കട്ട് ചെയ്ത സവാള എടുത്തിട്ടാണ് ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കുക. പിന്നെ ബാക്കിയുള്ള സവാള അത് നമ്മൾ ഇതുപോലെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ നെയ്യോ രണ്ടും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. വറുക്കുന്നത് ഞാൻ എപ്പോഴും നല്ല നെയ്യിലാണ് വറുത്തെടുക്കുക. സവാള വഴന്നു വരുമ്പോൾ ചതച്ച് വെച്ച പച്ചമുളക് ആദ്യം ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും ഈ തക്കാളി ഒന്ന് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിലേക്കുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മട്ടന് ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ മട്ടനിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലും പുതിനയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത മട്ടനും കൂടി ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 1 മണിക്കൂർ നേരം, അതായത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മണിക്കൂർ നേരം അടച്ച് വെച്ച് നന്നായിട്ട് മട്ടൻ വേവുന്നത് വരെ വേവിച്ചെടുക്കുക. മട്ടൻ ഇട്ട് കൊടുത്തതിന് ശേഷം മട്ടനും മസാലയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം മാത്രമാണ് കേട്ടോ അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ടത്. മട്ടൻ വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ചോറ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി നമുക്ക് ഒരു 15 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോഴേക്കും വേറൊരു പാത്രത്തിൽ നമുക്കിത് തിളപ്പിച്ച് ഊറ്റിയെടുക്കാനുള്ള വെള്ളം വെച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ കഴുകി വെച്ചിട്ടുള്ള ഈ അരിയും കൂടെ ചേർത്ത് ഒരു 12 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അരി 1/4 വേവാകുമ്പോൾ ഊറ്റിയെടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ മസാലയുടെ മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും സവാളയും ഒക്കെ മുകളിലിട്ട് കൊടുത്ത് സ്വല്പം മല്ലിയിലയും ചേർത്ത് കൊടുത്ത്
ചെമ്പിൽ നമ്മൾ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ 15 മിനിറ്റ് ദം ചെയ്തെടുത്താൽ നമ്മുടെ സൂപ്പർ മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു.